നമ്മളിപ്പോൾ ഗോവയിലെ കാലങ്കോട്ട് ബീച്ചിലാണ്. ഭയങ്കര തിരക്ക്. ഭയങ്കര തിരക്കെന്ന് ഭയങ്കര തിരക്കല്ല, ഇത് കടൽ ഭയങ്കരമായിട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഗാർഡ് വന്നിട്ട് ഇവിടെ എല്ലാവരെയും ഓടിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങി ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റും ഉണ്ട്. എല്ലാവരും കടലിലോട്ട് ഇറങ്ങുകയാണ്. സാധാരണ കടൽ നല്ലപോലെ അങ്ങോട്ട് പിറകോട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇപ്പം മഴയൊക്കെ ഇല്ല, അപ്പോഴത്തേക്കും നല്ല പോലെ കയറി അങ്ങനേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കടൽ. അത്രയ്ക്കും നല്ല ഹൈറ്റിലായി വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വേണ്ടേ കൊടി കുത്തിയിട്ടുണ്ട്, ഇതിന് അങ്ങോട്ട് പോകരുത്, അലേർട്ട് കാണിച്ചിട്ടുണ്ട്, ഇതിന് അപ്പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മഴക്കാല വൈകുന്നേരം കാലങ്കോട്ട് ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ രണ്ട് സൈഡിലോട്ടും ഷോപ്പുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഈ 30 റുപ്പീസ് 20 റുപ്പീസിൻ്റെ സാധനങ്ങളൊക്കെ ധാരാളമായി കിട്ടും കേട്ടോ. ഈ ഒരു ബീച്ചിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കാലങ്കോട്ട് ബീച്ചിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണിത്. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകേണ്ടത്. 1960-70 കാലയളവിലൊക്കെ ഹിപ്പികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കാലങ്കോട്ട് ബീച്ച് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെ ആയിരുന്നു. അവർക്ക് പ്രകൃതിയുമായി ഇണങ്ങി വളരെ ഒരു സിമ്പിളായ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ വന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഹിപ്പികൾ പ്രധാനമായിട്ടും വന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നിട്ടാണ്. അപ്പം ഇവിടെ സെറ്റിൽഡ് ആയതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പിന്നെ ശാന്തമായ അന്തരീക്ഷം. അന്ന് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതും മാത്രമല്ല ചിലവും വളരെ കുറവായിരുന്നു. മത്സ്യബന്ധനം ചെയ്ത് ജീവിച്ച ഒരു പ്ലേസ്. 1960-ൽ വിയറ്റ്നാം വാറിൻ്റെ സമയത്താണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു ഹിപ്പികളിൽ ഇങ്ങോട്ട് വന്ന ആ ഒരു സമയത്താണ്. കാരണം നിർബന്ധിത മിലിറ്ററിയിൽ സേവനാനുഷ്ഠിക്കൽ, പിന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ നാട് വിട്ട് ഇന്ത്യയിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അത് ഇപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോഴും റഷ്യയിൽ നിർബന്ധിത മിലിറ്ററി സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും റഷ്യൻസൊക്കെ കൂടുതലും ഇപ്പോഴും അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാമിലിയുമായി ഒന്ന് എൻജോയ് ചെയ്ത് വരികയാണ്. അന്നേരമാണ് മെസ്സേജ് വരുന്നത് ഉടനെ മഴ പെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥാ പ്രവചനം വളരെ കറക്റ്റാണ് കേട്ടോ. മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മഴ പെയ്തിരിക്കും. അപ്പം മെസ്സേജ് വന്ന ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി. അപ്പം ഓക്കെ, ബൈ ബൈ.